ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 796 ദിവസം. ഇന്ന് ആനീദേ ഞായറാഴ്ച. പരിശുദ്ധ സഭ സകല പരേതരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസം. വിശ്വാസികളായ പരേതർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ നല്ല മരിച്ചവർക്ക് വേണ്ടിയാണ് സഭ പ്രാർത്ഥിക്കുന്നത്. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് സഭാജീവിതം നയിച്ച് കൂദാശകൾ സ്വീകരിച്ച വിശ്വാസികളായ പരേതർ, അല്ലെങ്കിൽ നല്ല മരിച്ചവർ. നമ്മൾ ഓരോരുത്തരും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മെഴുകുതിരി പോലെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. എബ്രായർ 9-ാം 27-ാമത്തെ തിരുവചനം, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, എന്നാൽ ഇതിനെക്കുറിച്ച് ഓർക്കുന്ന എത്ര പേരുണ്ടാകും? യൗവനക്കാർ അതിനെക്കുറിച്ച് ഓർക്കുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വിദൂരത്ത് നടക്കുവാനിരിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് അവർ നിരൂപിക്കുന്നു. പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് ചേരും, ആത്മാവ് അതിന് നൽകിയ ദൈവത്തിനടുക്കിലേക്ക് പോകും എന്ന് സഭാപ്രസംഗി 12-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്. കൈകാലുകൾക്ക് ശക്തി കുറയും മുമ്പേ, കാലുകളും ശരീരവും വിറച്ചു തുടങ്ങും മുമ്പേ, കാഴ്ച മങ്ങിത്തുടങ്ങുന്നതിന് മുമ്പേ, ചെവി അടഞ്ഞു പോകുന്നതിന് മുമ്പേ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുവാൻ സഭാപ്രസംഗി ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശുതമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നതായ വാഗ്ദാനം നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇത് വിശ്വാസികൾക്ക് ഒരു ബലമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനൊക്കെയും നിത്യജീവനുണ്ട്. അന്ത്യദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുർബാന യോഗ്യമാവണ്ണം ഭക്ഷിക്കുവാൻ, പാനം ചെയ്യുവാൻ നമ്മൾ ഓരോരുത്തരും ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. അഗ്നിമയനായ മോർ ഇഗ്നാത്തിയോസ് പരിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്നത് മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്നാണ്, അനശ്വരതയുടെ ഔഷധം. പ്രിയമുള്ളവരെ, ആ ഔഷധം നമുക്ക് ആവശ്യമാണ്. ഇന്നത്തെ തിരുവചന ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ നിക്ഷേപം എവിടെയാണോ അവിടെ നിന്റെ ഹൃദയം ഇരിക്കുമെന്ന്. നമ്മുടെ നിക്ഷേപം എവിടെയാണ്? പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, ഇതെല്ലാം ദൈവം നൽകിയ ദാനമാണ് എന്ന ബോധ്യത്തോടുകൂടെ ദൈവേഷ്ടത്തിനനുസൃതമായിട്ട് വിനിയോഗം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുള്ള കൃപയും അനുഗ്രഹങ്ങളും തമ്പുരാൻ നൽകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.